Hello guys, it's me Harshad. This is my first YouTube channel. YouTube channel is True Life. This channel is day-to-day life DIY works related This channel is subscribe subscribe bell icon click പിന്നെ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണത്. അപ്പോൾ കുറേ തെറ്റുകളും കുറേ കുറ്റങ്ങളും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ അത് ദയവായി വീഡിയോ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വീഡിയോയിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലും വർക്ക് സൈറ്റിലൊക്കെ കുറേ ലെങ്തി ആയിട്ടുള്ള ഹോസ് പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഒരു യൂസ് കഴിഞ്ഞിട്ട് അടുത്ത യൂസ് ആകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും അത് എടുക്കാനായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഇതിന് നല്ലൊരു പഴയൊരു വീല് വെച്ചിട്ട് നല്ലൊരു ഓർഗനൈസർ, അതായത് ഇത് റോൾ ചെയ്ത് വെക്കാനായിട്ട് നല്ലൊരു ഓർഗനൈസർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു പഴയ വെഹിക്കിളിന്റെ അലവിൽ ചേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു പഴയ ഡ്രമ്മാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കയ്യിലില്ലെങ്കിൽ ഇതുപോലെ സ്ക്രാപ്പിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. ഒരു 150-200 രൂപ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് നമ്മളെ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ബ്ലാക്ക് ഡെക്കറിൻ്റെ ഡ്രില്ലാണ്, ഹാൻഡ് ഡ്രില്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഡ്രില്ലിന് ആവശ്യമായിട്ടുള്ള ബിറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഈ ഡ്രില്ലിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എക്സ്റ്റൻഷനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീല് നിർത്താനായിട്ടുള്ള ക്ലാമ്പ്, ചുമരിലേക്ക് സ്ക്രൂ ചെയ്യാനായിട്ട് സ്ക്രൂവും അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ക്ലാമ്പ്, എൽ ക്ലാമ്പ്, നമ്മളെ വീല് ചുമരിൽ നിർത്താനായിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ എൽ ക്ലാമ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ബോൾട്ട് യൂസ് ചെയ്യുക. 8mm ഒക്കെ ബോൾട്ട് യൂസ് ചെയ്യുക, കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ബോൾട്ട്. പിന്നെ അതുപോലെ നമ്മൾ കട്ടിംഗ് പ്ലെയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ ഹാമറും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചുമരിലാണ് നമ്മൾ വീല് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൽ ക്ലാമ്പ് എടുക്കുക. അത് നമ്മൾ ചുമരിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഹോൾ ചെയ്യാനായിട്ടുള്ള ആ ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ക്രൂ വെച്ചിട്ട്. 2 ഹോളാണ് ഉള്ളത്, അപ്പോൾ ആ 2 ഹോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് സെക്കൻഡ് എൽ ക്ലാമ്പ് വെക്കുക. എന്നിട്ട് അതിൽ 2 ഹോളുണ്ട്, അതും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ക്രൂ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡ്രില്ല് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളെ സ്ക്രൂവിന് കറക്റ്റായിട്ടുള്ള ബിറ്റ് എടുത്തിട്ട് അത് നമുക്ക് ഡ്രില്ലിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടൈറ്റർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്യാം. കാരണം കറക്റ്റ് ടൈറ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ഷെയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓക്കെയാണ്, ടൈറ്റ് ഉണ്ട്, അത്യാവശ്യം ഷെയ്ക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് 2 ഹോൾ അടിക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്ലഗ് ആ ഹോളിലേക്കൊന്ന് ഹാമർ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം.
അപ്പോൾ രണ്ടും ഇതുപോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എൽ ക്ലാമ്പ് എടുത്തിട്ട് നമുക്ക് ഈ പ്ലഗിലേക്ക് സ്ക്രൂ ചെയ്യാം. ജസ്റ്റ് നമുക്ക് കൈ കൊണ്ടൊന്ന് ചെറിയ ടൈറ്റ് ചെയ്ത് കൊടുക്കുക 2 സ്ക്രൂവും. അതിന് ശേഷം നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്ലാമ്പിനായിട്ടുള്ള 2 ഹോൾ ചെയ്യാം. ഇനി നേരത്തെ പോലെ നമുക്ക് ഈ പ്ലഗ് ആ 2 ഹോളിലേക്ക് 2 പ്ലഗ് ഹാമർ ചെയ്യാം. അപ്പോൾ 2 പ്ലഗ് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ക്ലാമ്പ് സ്ക്രൂ ചെയ്യാം. നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം 2 ക്ലാമ്പ് ഫുൾ ടൈറ്റ് ആയെന്നൊന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമ്മളെ വീല് കറക്റ്റ് ഫിറ്റിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ടൈറ്റ് ആയിരിക്കണം. ഇനി നമുക്ക് നമ്മളെ സർഫസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഡ്രില്ല് ചെയ്തതിൻ്റെയൊക്കെ പൊടി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ വീലും പൊടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളെ വീല് നമ്മൾ ആ ക്ലാമ്പിലേക്ക് കറക്റ്റ് ലോക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. ഓക്കെ, ഇതുപോലെ സെൻട്രലായിട്ട് തന്നെ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ലെങ്തി ആയിട്ടുള്ള ഈ ഹോസ് പൈപ്പ് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് നമ്മളൊരു ഓർഗനൈസർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ഓർഗനൈസറിലേക്ക് ഇതുപോലെ പൈപ്പ് ഹോസ് റോൾ ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ വീലിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് തന്നെ റോൾ ചെയ്ത് വെക്കാം. പഴയ വീല് ഉപയോഗിച്ചിട്ട് നമ്മളപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഹോസ് ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ട്.